എല്ലാവർക്കും നന്മകൾ നിറഞ്ഞൊരു ദിവസം ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റുമാരിൽ ഒരാളായിരുന്ന എബ്രഹാം ലിങ്കനെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തൻ്റെ സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളൊരു മനുഷ്യനാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമില്ലായ്മയിൽ അദ്ദേഹത്തെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു വിരുന്നിൽ വെച്ച് ചെറിയ ഒരു പെൺകുട്ടിക്ക് അദ്ദേഹം തൻ്റെ മടിയിലിരുത്തി ഭക്ഷണം വാരിക്കൊടുത്തു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്രസിഡൻറ്റിൻ്റെ മടിയിൽ നിന്നിറങ്ങി ഈ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് ഈ കൊച്ചു പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു? പപ്പ പറഞ്ഞു, അയാൾ സൗന്ദര്യമില്ലാത്ത ഒരു മനുഷ്യനാണ്. നോക്കൂ, എത്രമാത്രം സൗന്ദര്യമുണ്ട് അദ്ദേഹത്തിന്. പ്രിയപ്പെട്ടവരെ, കഥയുടെ തീരുകയാണ്. കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഭംഗിയല്ല, നേരെ മറിച്ച് നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് തീർച്ചയായും നമ്മുടെ സൗന്ദര്യത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തി കാണിക്കുന്നത്. നന്മ നിറഞ്ഞ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്, അതുവഴി നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നാളെ വീണ്ടും ഒരു പുതിയ കഥയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊരു ദിവസം സ്നേഹപൂർവ്വം നേരുന്നു.